Hi, good morning, students. Today we are going to our next lesson, chapter 5, Our Beautiful Country. So, next chapter is Our Beautiful Country. So, before going to that lesson, all of you take your textbook, and in the first portion, there is a heading Get Set, and a number of states are given. Number of states and union territories are given, and we have to write the capitals of each state or union territory. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ഫസ്റ്റ് പേജിൽ നമുക്ക് ഗെറ്റ് സെറ്റ് എന്നൊരു ഹെഡിങ് കാണാം. അവിടെ കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്, അതിൻ്റെ നേരെ ഒരു ഫില്ലപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽ എഴുതണം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കി അറിയാം, ഫസ്റ്റ് ഹിമാചൽ പ്രദേശ്, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റൽ അവിടെ എഴുതണം. ദ ക്യാപിറ്റൽ ഓഫ് ഹിമാചൽ പ്രദേശ് ഈസ് ഷിംല. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഷിംല എഴുതണം. സെക്കൻഡ് ബീഹാർ, ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാറ്റ്ന, ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാറ്റ്ന. തേർഡ് വൺ ഈസ് ചണ്ഡീഗഡ്, ചണ്ഡീഗഡിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെയാണ്, ചണ്ഡീഗഡ് ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ദെൻ ഫോർത്ത് ഈസ് ലക്ഷദ്വീപ്, ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തി, ലക്ഷദ്വീപ് കവരത്തി. ഫൈവ് ഈസ് കർണാടക, കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു, കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു ആണ്. ബാംഗ്ലൂർ എന്ന് നമ്മളിപ്പം പറയുന്നത് ബംഗളൂരു ആണ് ഇപ്പോൾ പുതിയ പേര്. ദെൻ സിക്സ്ത് വൺ ഈസ് ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡിൻ്റെ റായ്പൂർ, ഛത്തീസ്ഗഡിൻ്റേത് റായ്പൂർ എന്നാണ് കേട്ടോ. സോ ഒന്നും കൂടി പറയാം, ഫസ്റ്റ് ഹിമാചൽ പ്രദേശ്, ക്യാപിറ്റൽ ഈസ് ഷിംല. നെക്സ്റ്റ് ഈസ് ബീഹാർ, ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാറ്റ്ന. നെക്സ്റ്റ് ഈസ് ചണ്ഡീഗഡ്, ക്യാപിറ്റൽ ഈസ് ചണ്ഡീഗഡ് ഇറ്റ് സെൽഫ്. ദെൻ ലക്ഷദ്വീപ്, ക്യാപിറ്റൽ ഈസ് കവരത്തി. Then fifth one is Karnataka and its capital is Bengaluru, and sixth is Chhattisgarh and its capital is Raipur. Okay, so all of you write the capitals of each state and union territory there. Okay, so we are going to the portion. So India is one of the most beautiful countries in the world. നമ്മുടെ വേൾഡിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ വേൾഡിലേക്കും ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് ഏത്, നമ്മുടെ ഇന്ത്യ. ഇറ്റ് ഹാസ് മെനി ലാൻഡ് ഫോംസ്, അതായത് പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ട്. ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഹിൽസ് ഉണ്ട്, വാലീസ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, റിവർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഇന്ത്യക്കുണ്ട്. സം പ്ലേസസ് ഹാവ് മൗണ്ടൻസ് വൈൽ അതേഴ്സ് ഹാവ് ഫ്ലാറ്റ് ലാൻഡ്. ചില സ്ഥലങ്ങളിലൊക്കെ മൗണ്ടൻസ് കാണാം, നമുക്കറിയാം അല്ലേ. പല സ്ഥലങ്ങളിൽ പല ലാൻഡ് ഫോംസ് ആയിരിക്കും. മൗണ്ടൻസ് ഉള്ള സ്ഥലമുണ്ട്, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അറ്റ് സം പ്ലേസസ് ദ ലാൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. ചില സ്ഥലം നോക്കിയാൽ അവിടെയൊക്കെ എന്താണ്, റോക്സ്, പാറകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അറ്റ് അതർ പ്ലേസസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സാൻഡ്. ഡെസേർട്ട് പോലുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കൂടുതൽ കാണുന്നത്, സാൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിലും പല ലാൻഡ് ഫോംസ് കാണും. അങ്ങനെ മെനി ലാൻഡ് ഫോംസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പം ലെറ്റസ് റീഡ് അബൌട്ട് ദീസ് ഡൈവേഴ്സ് ലാൻഡ് ഫോംസ്. അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഇന്ത്യക്കുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കിനി പഠിക്കാം ഓരോന്നായിട്ട്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. ഇനി നമുക്ക് ഹിൽസും മൗണ്ടൻസും, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹില്ല് മൗണ്ടനൊക്കെ, നമുക്കറിയാം ഒരു ഹൈ ലാൻഡ് ആണെന്നല്ലേ. മൗണ്ടനൊക്കെ ഒരുപാട് ഉയരത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ വരും, ഹിൽസും മൗണ്ടൻസും ഒക്കെ. ഇനി എന്താണ് ഒരു ഹില്ലെന്ന് നോക്കാം. എ ഹൈ ലാൻഡ് വിത്ത് എ റൗണ്ട് ടോപ്പ് ഈസ് കോൾഡ് എ ഹിൽ. അതായത് ഉയരത്തിലുള്ള ഒരു ലാൻഡ് ആയിരിക്കും, അതിൻ്റെ ടോപ്പ് എന്താണ്, റൗണ്ടായിട്ടുള്ള ഒരു ടോപ്പായിരിക്കും. അവിടെ നമുക്ക് പോയി നിൽക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഒരു റീജിയനെയാണ് എന്താ പറയുന്നത്, ഹില്ലെന്ന് പറയുന്നത്. വിന്ധ്യ റേഞ്ചസ് ഇൻ ദ സെൻട്രൽ ഇന്ത്യ ആൻഡ് നീലഗിരി ഹിൽസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ എക്സാമ്പിൾസ് ഓഫ് ഹിൽസ്. അപ്പം എന്താണ് ഹില്ലെന്ന് പറഞ്ഞാൽ, എ ഹൈ ലാൻഡ് വിത്ത് എ റൗണ്ട് ടോപ്പ്, ഉയരത്തിലുള്ള ഒരു ലാൻഡ്, പക്ഷേ അതിൻ്റെ മണ്ടഭാഗം എന്താണ്, റൗണ്ട് ഒരു ടോപ്പായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഹില്ലെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഹിൽസിന് എക്സാമ്പിൾ? നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ വിന്ധ്യ റേഞ്ചസും പിന്നെ സതേൺ ഇന്ത്യയിലെ നീലഗിരി ഹിൽസും. കേട്ടില്ലേ, നീലഗിരി അതൊരു ഹില്ലാണ്. അപ്പം ഇത് രണ്ടും ഹിൽസിന് എക്സാമ്പിളാണ്. ഇനി മൗണ്ടൻ എന്താണെന്ന് നോക്കാം. വെരി ഹൈ ഹിൽസ് വിത്ത് ഷാർപ്പ് ടോപ്സ് ആർ കോൾഡ് മൗണ്ടൻസ്. ഇനി ഇതിനെക്കാട്ടിലും വലിയ ഹിൽസ് ഉണ്ട്, അതിൻ്റെ ടോപ്പ് എന്തായിരിക്കും, ഷാർപ്പായിരിക്കും. അങ്ങനെ ഷാർപ്പ് സൂചി പോലെ, അതായത് ഭയങ്കര പീക്കെന്ന് നമുക്ക് പറയാം. ഷാർപ്പ് ടോപ്പിനൊക്കെ പീക്കെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമുക്ക് അവിടെ പോയൊന്നും ഒത്തിരി ഫ്ലാറ്റായിട്ടുള്ള സ്പേസ് ഇല്ല, അവിടെ നിൽക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഹിൽ പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ഏരിയ, ഉയർന്ന സ്ഥലമാണെങ്കിലും കുറച്ച് മണ്ട കുറച്ച് റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള പ്ലേസസാണ് ഹില്ലെന്ന് പറയുന്നത്. ഇനി മൗണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹില്ല് തന്നെയാണ്, പക്ഷേ അതെന്താണ്, ഹൈ ഹില്ലാണ്. അതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കും അല്ലെങ്കിൽ പീക്കായിരിക്കും. അതിനെയാണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ മൗണ്ടൻസ്?
വെരി ഹൈ ഹിൽസ് വിത്ത് ഷാർപ്പ് ടോപ്സ് ഓർ പീക്സ് ആർ കോൾഡ് മൗണ്ടൻസ്. അതായത് വലിയ ഹില്ല്, അതിൻ്റെ മണ്ടഭാഗം ടോപ്പ് പോർഷൻ ഷാർപ്പായിരിക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പീക്കായിരിക്കും കേട്ടോ. അങ്ങനെയുള്ളതിനെയാണ് എന്താ പറയുന്നത്, മൗണ്ടൻസ് എന്ന് പറയുന്നത്. ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ലൈ ഇൻ ദ നോർത്ത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഹിമാലയം എന്നൊക്കെ. നമ്മുടെ ഇന്ത്യയുടെ നോർത്തിലായിട്ട് മഞ്ഞ് മൂടിയ മൗണ്ടൻ റേഞ്ചാണ് ഈ ഹിമാലയൻ. അത് മൗണ്ടൻ റേഞ്ച് എന്ന് പർവ്വത നിര എന്ന് പറയും. മൗണ്ടൻ നമുക്ക് മലയാളത്തിൽ പർവ്വതം എന്ന് പറയും, ഹിൽ മല എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ പർവ്വത നിരകൾ എന്ന് പറഞ്ഞാൽ കുറേ ഹിൽസ് അതിനകത്തുണ്ട്, കുറേ മൗണ്ടൻസ് ഉണ്ട്. ദെയർ ആർ മെനി പീക്സ് ഇൻ ദീസ് മൗണ്ടൻസ്. ആ പിക്ചർ നോക്കി അറിയാം കണ്ടോ, ഒരു വലിയൊരു മൗണ്ടൻ റേഞ്ച്, ഒരു മലകളുടെ ഒരു നിര തന്നെയുണ്ട്. അതിൽ ഹൈ ആയിട്ടുള്ളതുണ്ട്, കുറച്ച് ഹൈറ്റ് കുറവുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് പീക്സ് ഈ ഹിമാലയ മൗണ്ടൻസിലുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഈസ് കവേർഡ് വിത്ത് സ്നോ. അതിൽ കൂടുതൽ ഈ മലകളുടെ എല്ലാം എന്താണ്, മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. ഇൻ ദി മൗണ്ടൻ റീജിയൻസ് ഇറ്റ് ഈസ് കോൾഡ് ത്രൂ ഔട്ട് ദി ഇയർ. അതായത് എല്ലാ വർഷം മുഴുവൻ ഇങ്ങനെ തന്നെ. അവിടുത്തെ സിറ്റുവേഷൻ എപ്പോഴും തണുപ്പായിരിക്കും, അവിടുത്തെ മലകളൊക്കെ എപ്പോഴും മഞ്ഞ് മൂടി തന്നെ കിടക്കുന്നത്. ഇനി അവിടെ നമ്മുടെ ഈ ഹിമാലയയിൽ നമ്മുടെ നേപ്പാൾ ചൈന ബോർഡറിലാണ് ഏറ്റവും വേൾഡിലേക്കും ഹയസ്റ്റ് പീക്ക് ഉള്ളത്. നമുക്കറിയാം ഈ വേൾഡിലെ ഹയസ്റ്റ് പീക്ക് അല്ലെ ഹയസ്റ്റ് മൗണ്ടൻ ചോദിച്ചാൽ ഏതാണ്, മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലേ. മൗണ്ട് എവറസ്റ്റ് ഓൺ ദ നേപ്പാൾ ചൈന ബോർഡർ. നേപ്പാൾ ചൈന ബോർഡറിലായിട്ടാണ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആസ് വെൽ ആസ് ഇൻ ദ വേൾഡ്. ഹിമാലയത്തിലെ ഏറ്റവും പൊക്കമുള്ളതുമാണ്, ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള മൗണ്ടൻ ആണ് ഏത്, മൗണ്ട് എവറസ്റ്റ്. ഇവിടെ അത് കാണുന്നത് നേപ്പാൾ ചൈന ബോർഡറിലാണ്. ഓക്കെ, അപ്പം ഏറ്റവും ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് മൗണ്ടൻ ചോദിച്ചാൽ ഏതാണ്, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിലുള്ള മൗണ്ട് എവറസ്റ്റ് ആണ്. ഇനി മെനി റിവേഴ്സ് സച്ച് ആസ് ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ഇൻ ദീസ് മൗണ്ടൻസ് ആൻഡ് ഫ്ലോ ഡൗൺ ദ പ്ലെയിൻസ്. ഇനിയും ഇവിടുന്ന് കുറേ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഉത്ഭവിക്കുന്ന കുറേ നദികളുണ്ട് നമുക്ക്. അതിലോരോന്നാണ് ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര. അപ്പം നമ്മുടെ ഹിമാലയാസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്, ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ഇൻ ദീസ് മൗണ്ടൻ. എന്നിട്ട് അത് ആ മൗണ്ടൻസിൽ നിന്ന് ഒഴുകി ആ പ്ലെയിൻസിലോട്ട്, താഴെയുള്ള പ്ലെയിൻസിലോട്ട് ഒഴുകി വരും. ദീസ് റിവേഴ്സ് ആർ ഫോംഡ് ബൈ മെൽറ്റിംഗ് ദ സ്നോ. അതായത് ഈ റിവറൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മലകളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുമല്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്കിന്, ചൂടൊക്കെ ആകുമ്പോഴത്തേക്കിന് ഈ മഞ്ഞ് പയ്യെ ഉരുകാൻ തുടങ്ങി വെള്ളമാകും. അങ്ങനെയാണ് ഈ മൗണ്ടൻസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ റിവേഴ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, മൗണ്ട് എവറസ്റ്റ് ആണ് ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. അത് ഹിമാലയത്തിലാണ്. പിന്നെ ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സാണ് ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഹിൽസും മൗണ്ടൻസും കഴിഞ്ഞ് ഇനി അടുത്തൊരു ലാൻഡ് ഫോം പഠിക്കുകയാണ് പ്ലെയിൻസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണേ, അവിടെ നമുക്ക് പ്ലെയിൻസ് കാണാൻ പറ്റും. നിരപ്പായ സ്ഥലം. ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ് ഈസ് കോൾഡ് എ പ്ലെയിൻ. അതായത് നിരന്ന ലെവൽ ലാൻഡിനെയാണ് പ്ലെയിൻ എന്ന് പറയുന്നത്, PLAIN പ്ലെയിൻ. ടു ദ സൗത്ത് ഓഫ് ദ ഹിമാലയാസ് ലൈസ് ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ സൗത്തിൽ ഇതുപോലെ പ്ലെയിൻ ഏരിയ ഉണ്ട്, അതിന് പറയുന്നതാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. എന്താണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ? എവിടെയാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ? സൗത്തിലാണ്. ഇൻ ദി പ്ലെയിൻസ് സമ്മേഴ്സ് ആർ ഹോട്ട് ആൻഡ് വിൻഡോസ് ആർ കോൾഡ്. നമുക്കറിയാം പ്ലെയിൻസിൽ അങ്ങനെ എപ്പോഴും കോൾഡൊന്നുമില്ല, സമ്മറിൽ ഹോട്ടും വിൻഡോസിൽ കോൾഡും ആയിരിക്കും. ഇനി ഇവിടെ എന്തൊക്കെ റിവേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ, റിവേഴ്സ് സച്ച് ആസ് ഗംഗ ആൻഡ് യമുന ഫ്ലോ ത്രൂ ദീസ് പ്ലെയിൻസ്. ഇനി ഈ ഗ്രേറ്റ് പ്ലെയിൻസിൽ കൂടെ ഒഴുകുന്ന നദികളാണ് ഏത്, ഗംഗ, യമുന. ദീസ് റിവേഴ്സ് ഹാവ് മേഡ് ദ സോയിൽ ഫെർട്ടൈൽ. ഇനി ഈ റിവേഴ്സ് ആ പ്ലെയിനിനെ എന്താകും, ഫെർട്ടൈലാക്കും. അതായത് നല്ല ടോപ്പ് സോയിലൊക്കെ കൊണ്ടുവന്ന് നല്ല ചെടികൾക്കൊക്കെ വളരാനെ കൊണ്ട് നല്ല വളക്കൂറുള്ള, അതായത് ഫെർട്ടിലിറ്റിയുള്ള മണ്ണ് ഈ നദികൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്ലെയിൻസിനെ ഫെർട്ടൈലാക്കും ഏത്, ഈ റിവേഴ്സ്. ആസ് എ റിസൾട്ട് മെനി ക്രോപ്സ് ഗ്രോൺ ഹിയർ. അതുകൊണ്ട് അതിൻ്റെ തീരങ്ങളിലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, വളരുകയൊക്കെ ചെയ്യും. പ്ലാന്റ്സൊക്കെ നന്നായിട്ട്, ക്രോപ്സൊക്കെ വളരും. അപ്പോൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ലെവൽ ലാൻഡാണ്. സൗത്തിലെ ഹിമാലയത്തിൻ്റെ സൗത്തിലാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉള്ള റിവേഴ്സാണ്, ഒഴുകുന്ന റിവേഴ്സാണ് ഗംഗ, യമുന. ഇനി ഈ റിവേഴ്സ് നമ്മുടെ അവിടുത്തെ സോയിലിനെ എന്താക്കുന്നുണ്ട്, ഫെർട്ടൈലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ക്രോപ്സ് അവിടെ വളരും. There is a narrow strip of flat land along the eastern and the western coast of ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഈസ്റ്റേണും വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശം. ഇനി അവിടെ എന്തുണ്ട്, ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ഫ്ലാറ്റ് ലാൻഡ് ഇതിനിടയ്ക്കായിട്ട്
നമ്മുടെ ഈസ്റ്റും വെസ്റ്റും കോസ്റ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലാൻഡുണ്ട്, ഒരു ഫ്ലാറ്റ് ലാൻഡുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ ഒരു നാരോ സ്ട്രിപ്പുണ്ട്. എവിടേക്കാണ്? ഈസ്റ്റേൺ കോസ്റ്റിൻ്റെയും വെസ്റ്റേൺ കോസ്റ്റിൻ്റെയും ഇടയിലായിട്ട്. ഇനി ഈസ്റ്റേൺ പാർട്ടിലുള്ള ആ പ്ലെയിൻ പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും പറയും. വെസ്റ്റിലുള്ളതിനെ നമ്മൾ എന്തും വിളിക്കും? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും വിളിക്കും. ദീസ് പ്ലെയിൻസ് മീറ്റ് അറ്റ് കന്യാകുമാരി. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനോട് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? കന്യാകുമാരിയിലാണ് മീറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ താഴെ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റും. ആ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കന്യാകുമാരിയൊക്കെ നോക്കണം മാപ്പിൽ കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിലാണ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റും വെസ്റ്റേൺ കോസ്റ്റും എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിവേഴ്സ് സച്ചാസ് നർമ്മദ, താപി, മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി ഫ്ലോസ് ത്രൂ ദീസ് പ്ലെയിൻസ് ആൻഡ് ഫോൾ ഇൻ ടു ദ സീ. ഇനി ഇവിടെ ഒഴുകുന്ന നദികളാണ് നർമ്മദ, താപി, മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ഓക്കെ. ഇനി ഇതൊഴുകി ഈ പ്ലെയിൻസിൽ കൂടെ ഒക്കെ ഒഴുകിയിട്ട് ആ സീയിൽ തന്നെ ചെല്ലും കേട്ടോ. ഈ നദികളെല്ലാം ഒഴുകി അവസാനം എങ്ങോട്ടാണ് ചെല്ലുന്നത്? സീയിലോട്ടാണ്. ദ കോസ്റ്റൽ ഏരിയാസ് ആർ നെയ്തർ വെരി ഹോട്ട് നോർ വെരി കോൾഡ്. ഇനി കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ സീ വരുന്നത്, സീയുടെ അടുത്ത് വരുന്ന ഏരിയാസിനെ നമ്മൾ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്. അത് അധികം ഹോട്ടും അല്ല, ഒത്തിരി എന്തുമല്ല, കോൾഡും അല്ല. അപ്പോൾ പ്ലെയിൻസ് മനസ്സിലായോ എല്ലാവർക്കും? പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ലെവൽ ലാൻഡാണ്. ഇനി ഹിമാലയത്തിൻ്റെ സൗത്തിലുള്ള നമ്മുടെ പ്ലെയിനാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അവിടെ എന്താണ്? സമ്മർ ഹോട്ടും വിൻ്റർ കോൾഡും ആയിരിക്കും. റിവേഴ്സ് എന്താണ്? ഗംഗ, യമുന. ഇനിയും ഈ നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റിന് ഇടയ്ക്കുള്ള നാരോ സ്ട്രിപ്പുണ്ട്, ഒരു ഫ്ലാറ്റ് ലാൻഡിൻ്റെ. അതിനെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും അറിയപ്പെടും. ഇനി ഈ രണ്ട് കോസ്റ്റൽ പ്ലെയിൻസും കൂടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? ദീസ് പ്ലെയിൻസ് മീറ്റ് അറ്റ് കന്യാകുമാരി. ഇനി ഈ പ്ലെയിൻസിലുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്? നർമ്മദ, താപി, മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ഓക്കെ. ഇനി ഈ റിവേഴ്സ് എല്ലാം ഫ്ലോ ചെയ്ത് എങ്ങോട്ട് പോകുന്നുണ്ട്? സീയിലോട്ട്. അപ്പോൾ നമ്മൾ 3 ലാൻഡ് ഫോംസ് പഠിച്ച് മിസ് ഒന്നും കൂടി പറയാം. ഹില്ല്, എ ഹൈ ലാൻഡ് വിത്ത് റൗണ്ട് ടോപ്പ് ഈസ് കോൾഡ് എ ഹിൽ. ഒരു ഉയർന്ന ലാൻഡ്, അതിൻ്റെ മണ്ട റൗണ്ട് ടോപ്പ് ആയിരിക്കും, അതിനെ ഹില്ലെന്ന് വിളിക്കാം. അടുത്ത മൗണ്ടൻസ് ആണ്. വെരി ഹൈ ഹിൽസ് വിത്ത് ഷാർപ്പ് ടോപ്സ് ആർ കോൾഡ് മൗണ്ടൻസ്. അത് ഉയർന്ന ഹിൽസ് ആണ്, അതിൻ്റെ ടോപ്പ് എന്താണ്? ഷാർപ്പായിരിക്കും, അതിനെ മൗണ്ടൻസ് എന്ന് പറയും. ഇനി പ്ലെയിൻസ് എന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞായിരുന്നു. ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ് ഈസ് കോൾഡ് എ പ്ലെയിൻ. ഓക്കെ. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കണം. നമുക്കിനി ഹാഫ് ഇയർലി വരുന്നുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മിസ് തരുന്ന നോട്ട്സൊക്കെ കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യണം. മിസ് ഇനി ഒരു TP തരുന്നുണ്ട്, അത് വാട്സപ്പിൽ ഇടാം കേട്ടോ. നമുക്കിപ്പം 2 ലെസണല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി 3rd ലെസണും 4th ലെസണും ഒക്കെ TP ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മിസ് വാട്സപ്പിൽ ഇടാം. അപ്പം 3rd ലെസൻ്റെ TPയുടെ മെസ്സേജ് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഉഴപ്പരുത്. ഗൂഗിൾ ക്ലാസ്സൊക്കെ ആണെന്നും പറഞ്ഞ് അതായത് അമ്മയും അച്ഛൻ നിർബന്ധിക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾ തന്നെത്താനെ എന്ത് ചെയ്യണം? എല്ലാ നോട്ട്സൊക്കെ കറക്റ്റായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ. താങ്ക് യു.